നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ ഫർണിച്ചർ കടയിൽ തീപിടുത്തം. കൊച്ചി നോർത്ത് പാലത്തിന് സമീപം ടൗൺ ഹാളിന് സമീപത്തെ ഫർണിച്ചർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെ 3 മണിയോടെയാണ് ഫർണിച്ചർ കടയിൽ തീ പടർന്നു പിടിച്ചത്. തീ നിയന്ത്രണ വിധേയമാക്കി. സമീപത്ത് 3ഓളം പെട്രോൾ പമ്പുകൾ ഉള്ളത് ആശങ്കയുണ്ടാക്കിയിരുന്നു. പഴയ കസേരകൾ നന്നാക്കി വിൽക്കുന്ന ഷോറൂമിനാണ് തീ പിടിച്ചത്. വലിയ രീതിയിൽ തീ ആളിപ്പടർന്നു. പത്രവിതരണക്കാരാണ് തീ പിടിച്ചത് കണ്ട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. 5ഓളം യൂണിറ്റിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ പേടകം വേർപെട്ടു. 18 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ പേടകം വേർപെട്ടു. ബഹിരാകാശ നിലയത്തിലെ ഹാർമണി മൊഡ്യൂളിൽ നിന്ന് വൈകുന്നേരം 4:45 ഡ്രാഗൺ പേടകം അൺഡോക്ക് ചെയ്തത്. 22 മണിക്കൂറോളം ഭൂമിയെ വലംവച്ച ശേഷമാകും പേടകം ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടക്കുക. ശുഭാംശു ശുക്ല അടക്കം 4 പേരാണ് പേടകത്തിലുള്ളത്. ശുഭാംശു ഉൾപ്പെടെ 4 പേരും പേടകത്തിന് അകത്ത് കയറി 2:37 ഹാഷ് ക്ലോഷർ പൂർത്തിയാക്കിയിരുന്നു. നാളെ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം വീഴും. തുടർന്ന് യാത്രികരെ സ്പേസ് എക്സ് കപ്പലിലേറ്റി തീരത്തേക്ക് കൊണ്ടുപോകും. ശുഭാംശു ഉൾപ്പെടെ യാത്രികർ ഒരാഴ്ച വിദഗ്ധോപദേശപ്രകാരം വിശ്രമിക്കും. നിപ്പ മരണം. കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ രോഗം സ്ഥിരീകരിച്ചതോടെ 17 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ പ്രിയ ജി അറിയിച്ചു. പാലക്കാട് ജില്ലയിലുള്ളവർ മാസ്ക് ധരിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. 2 പേരെ കൂടി നിപ്പ രോഗലക്ഷണങ്ങളോടെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചെന്നും ഹൈറിസ്ക് കോൺടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും കളക്ടർ പറഞ്ഞു. ഇവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചുവെന്നും പ്രിയ ജി വ്യക്തമാക്കി. അതേസമയം പാലക്കാട് രണ്ടാമതും നിപ്പ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് നിർദ്ദേശം നൽകിയത്. ടെമ്പോ ഓട്ടോയിലിടിച്ച് ഡയാലിസിസ് രോഗിക്ക് ദാരുണാന്ത്യം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു വാണിയംകുളത്ത് അപകടം നടന്നത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് കഴിഞ്ഞ ശേഷം മായന്നൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ എതിരെ വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. മായന്നൂർ പൂളക്കൽ വീട്ടിൽ പത്മാവതിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇവർ ഇന്ന് പുലർച്ചെയാണ് മരിക്കുന്നത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മക്കൾ പ്രസീജ, ജിഷ, മരുമകൻ അയ്യപ്പദാസ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പഞ്ചായത്ത് അംഗവും അമ്മയും തൂങ്ങി മരിച്ച നിലയിൽ. ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ. വക്കം ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും അമ്മയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വക്കം നെടിയവള വീട്ടിൽ 71കാരി വത്സല, 42കാരൻ അരുൺ എന്നിവരാണ് മരിച്ചത്. വീടിന് പിൻവശത്തുള്ള ചായപ്പിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വക്കം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് അംഗമാണ് അരുൺ. ആത്മഹത്യാക്കുറിപ്പ് വാട്സാപ്പിലൂടെ സുഹൃത്തുക്കൾക്ക് അരുൺ അയച്ചു നൽകിയിരുന്നു. തന്നെ കള്ളക്കേസുകളിൽ കുടുക്കിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഉത്തരവാദികളായവരുടെ പേരും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. PS ശ്രീധരൻപിള്ളയെ മാറ്റി. അശോക് ഗജപതി രാജു പുതിയ ഗോവ ഗവർണർ. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് PS ശ്രീധരൻപിള്ളയെ മാറ്റി. പകരം പുസപതി അശോക് ഗജപതി രാജു പുതിയ ഗവർണറാകും. BJPയുടെ മുതിർന്ന നേതാവായിരുന്ന ശ്രീധരൻപിള്ള നേരത്തെ മിസോറാം ഗവർണറായിരുന്നു. 2021 ജൂലൈയിലാണ് ഗോവ ഗവർണറായത്. ശ്രീധരൻപിള്ളയ്ക്ക് പകരം നിയമനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നിലവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 പേരുടെ നിയമനങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ BD മിശ്ര രാജിവെച്ച ഒഴിവിൽ കവീന്ദ്ര ഗുപ്ത പുതിയ ഗവർണറാകും. ആഷിൻ കുമാർ ഘോഷാണ് പുതിയ ഹരിയാന ഗവർണറായി ചുമതല ഏറ്റെടുക്കുക. അതാത് ഓഫീസുകളുടെ ചുമതല ഏറ്റെടുക്കുന്ന തീയതി മുതൽ നിയമനങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് രാഷ്ട്രപതി ഭവൻ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ഗവർണർക്ക് വീണ്ടും തിരിച്ചടി. സിസ തോമസും ശിവപ്രസാദും പുറത്ത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് വീണ്ടും തിരിച്ചടി. താൽക്കാലിക VCമാരുടെ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഇതോടെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ്, സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ K ശിവപ്രസാദ് എന്നിവർ പുറത്താകും. താൽക്കാലിക VCമാരുടെ നിയമനം 6 മാസത്തിൽ കൂടുതൽ പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. VC നിയമനം നീളുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കും. സ്ഥിര VC നിയമനത്തിൽ കാലതാമസം പാടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഹോട്ടൽ ജീവനക്കാരനെ സുഹൃത്തിന്റെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സുൽത്താൻ ബത്തേരി സ്വദേശി സാബു പൈലിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് ഹോട്ടൽ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ സാബു എത്തിയത്. ജീവനക്കാർ വന്ന് വിളിച്ചപ്പോൾ അനക്കമില്ലായിരുന്നു. ഡോക്ടറെ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു. PK ശശിയെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിലക്കി CPM.
ഇനി മാധ്യമങ്ങളോടുള്ള പ്രതികരണം വേണ്ട എന്നാണ് നിർദ്ദേശം. പി.കെ. ശശിയോട് ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചത്. പി.കെ. ശശിയെ ചൊല്ലിയുള്ള തർക്കം മണ്ണാർക്കാട്ടിൽ രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ കൊലവിളി മുദ്രാവാക്യവും ഭീഷണി പ്രസംഗവുമായി പ്രവർത്തകർ പ്രതിഷേധത്തിനിറങ്ങിയത് വലിയ ചർച്ചയാവുന്നുണ്ട്. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോം നടത്തിയ പ്രസംഗം അതിരുകടന്നതാണ് വിലയിരുത്തൽ. CPM പ്രതിഷേധത്തിലും പ്രതികരണങ്ങളിലും അമർഷമുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിലേക്കില്ലെന്ന് പി.കെ. ശശി തീരുമാനിച്ചിട്ടുണ്ട്. മുൻ AICC അംഗം NK സുധീർ BJPയിൽ. മുൻ AICC അംഗവും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന NK സുധീർ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് NK സുധീർ BJP അംഗത്വം സ്വീകരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.